ഇസ്രായേലും ഇറാനും വീണ്ടും യുദ്ധത്തിലേക്ക് കടക്കുന്നതിന്റെ സൂചനകൾ വരുന്നു. ഇറാൻ ഇപ്പോൾ അതിശക്തമായ മുന്നറിയിപ്പാണ് ഇസ്രായേലിന് നൽകിയിരിക്കുന്നത്. ഇറാന്റെ അടുത്ത രാഷ്ട്രങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാഖ്, സിറിയ തുടങ്ങിയ രാഷ്ട്രങ്ങൾക്ക് മുകളിൽ ആ രാഷ്ട്രങ്ങളുടെ വ്യോമ മേഖലകളിലൂടെ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തുമെന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇസ്രായേലിൽ നിന്നും മറ്റൊരു ഭീഷണി ഞങ്ങൾ നേരിടേണ്ട സാഹചര്യം വരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ നിലവിൽ ഉണ്ടായിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യം. പക്ഷേ അത്തരം ഒരു സാഹചര്യം ഞങ്ങളെ നിർബന്ധിതമായ ഒരു ഘട്ടമാണ്. കാരണം രാഷ്ട്രത്തിന് വരുന്ന ഭീഷണികൾ, ആ ഭീഷണികളെ നേരിടുക എന്നത് ഞങ്ങളുടെ അടിസ്ഥാനപരമായ അവകാശമാണ്. അത് വെടിനിർത്തൽ ലംഘനത്തിന്റെ ഭാഗമാവുകയില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ പ്രതികരിക്കുന്നത്. അൽ ജസീറയും അതുപോലെ പ്രധാനമായും ഇറാന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള വാർത്തയാണ്, സൈനിക നേതൃത്വത്തിൽ നിന്നുള്ള വാർത്തയാണ് ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. അൽ ജസീറ അതുപോലെ തന്നെ ഇറാന്റെ വഖാല തെസ്നീം വാർത്താ ഏജൻസിയും ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ അടുത്ത സമയങ്ങളിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ സിറിയയുടെയും ഇറാഖിന്റെയും മുകളിലൂടെ വ്യാപകമായി പറക്കുന്ന സാഹചര്യമുണ്ട്. അത് ഇറാനിൽ നിരീക്ഷണം നടത്തുന്നു. മാത്രമല്ല ഇറാനിൽ ഏത് സമയത്തും ഇസ്രായേൽ ആക്രമണം നടത്താനുള്ള സാഹചര്യങ്ങൾ തള്ളിക്കളയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇറാഖിന്റെയോ സിറിയയുടെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ അയൽ രാഷ്ട്രങ്ങളിൽ എവിടെയാണെങ്കിലും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ഇറാന്റെ വ്യോമ പ്രതിരോധങ്ങളുടെ പരിധിയിൽ എവിടെയുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ ആക്രമിക്കും, അതിനെ തകർക്കുമെന്നുള്ള ഒരു ശക്തമായ മുന്നറിയിപ്പുണ്ട്. അതേസമയത്ത് ഇസ്രായേൽ ഇറാന് ശക്തമായ വാണിംഗ് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ഗുരുതരമായിരിക്കുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമാധാന കരാറിലേക്ക് പോകുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കണം എന്ന തീരുമാനത്തിലാണ്. പക്ഷേ ഈ ഒരു വെടിനിർത്തൽ കരാർ ഇല്ലാതാക്കാൻ, അതിനെ പൊളിച്ചു കളയാൻ എല്ലാ നീക്കങ്ങളും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനാനിൽ ഗത്യന്തമില്ലാതെ അവിടെ നിന്ന് പിൻവാങ്ങേണ്ട, യുദ്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായി. അതായത് ഇറാൻ അതിശക്തമായ ഭീഷണികൾ എന്ന് മാത്രമല്ല സമ്മർദ്ദത്തിലൂടെ ഇസ്രായേലിനെ ലെബനാനിൽ നിന്നും വെടിനിർത്താൻ നിർബന്ധിപ്പിക്കുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിന്റെ കാരണം ഇപ്പോൾ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ശക്തിയായി ഇറാൻ മാറിയിട്ടുണ്ട്. അതായത് ഇസ്രായേലിന് മേൽ പോലും അല്ലെങ്കിൽ അമേരിക്കക്ക് മേലും വലിയ സമ്മർദ്ദം ചെലുത്താൻ മാത്രമുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി ഇറാൻ ഈ യുദ്ധത്തിന് ശേഷം മാറിയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വെടിനിർത്തൽ കരാർ ലെബനാനെയും ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേൽ യമനിനെ ആക്രമിക്കാനുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നു എന്ന വാർത്ത വരുന്നു. മാത്രമല്ല ഇറാന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറക്കുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തെ ഭീഷണിയായിട്ട് തന്നെയാണ് ഇറാൻ കാണുന്നത്. ഏത് നിമിഷവും ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ ആക്രമിക്കപ്പെടുമെന്നാണ് ഇറാൻ ഇതിലൂടെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്.